ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ വേണ്ടി പോകുന്നത് 1v4 ആണ് ഗൈസ്. നമുക്ക് നമ്മളൊരു ന്യൂബ് അക്കൗണ്ടാണല്ലോ. നമ്മളങ്ങനെ പഴയ അക്കൗണ്ടൊക്കെ പോയി, അങ്ങനെ നമ്മൾ ന്യൂബ് അക്കൗണ്ടൊക്കെ തുടങ്ങി പുതിയ വീഡിയോ ഒക്കെ ഇട്ട് ഓണാവുന്ന വിചാരിച്ചാൽ വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 1v4 ആണ്. നമ്മളെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഗെയിം തോക്കും ഗൈസ്. See the blue zone on the minimap? That's where you'll find better loot. Well, of course, lots of enemies too. നമ്മൾ വലിയ കാണും. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോയിലേക്ക് ഏതൊരു സ്വാഗതം. നമ്മൾ നേരെ ചാടിയ ക്ലോക്ക് ടവറിലാണ്. നമ്മൾ ക്ലോക്ക് ടവറിൽ ചാടി ഇങ്ങനെ പോവുകയാണ് ഗൈസ്. എന്തിനാവുന്നൊന്നും അറിയത്തില്ല, നമ്മളിങ്ങനെ പോവുക. പോയി നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങി നമുക്കൊരു മാക്സിമം 5 കില്ലെങ്കിലും ഈ മാച്ച് അടിക്കണം. എന്ന് വെച്ചാൽ ന്യൂബുകളാണ്. നമുക്ക് അതിന് മുമ്പ് നമ്മളാ കൊല്ലുകയാണ് ഗൈസ്. ആയിരുന്നു അതാവുക ഒരു മണ്ടനായിരുന്നു ഗൈസ്. എനിക്ക് അവരുടെ സ്കോളിൽ ചുമ്മാ എടുക്കാൻ പറ്റുന്നത് കഴപ്പ് അടിച്ച് കവറില്ലാതെ ഓപ്പൺ ചെയ്തിട്ട് ചുമ്മാ അല്ല ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കിയത്. പക്ഷേ വായിട്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് MP5 കിട്ടി. നമുക്ക് അപ്പോൾ ഈ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ കുറേ നല്ല ഗെയിമായി കളിച്ചിട്ട് ഒരു ഓൾഡ് പ്ലെയറാണ് ഗൈസ്. നമ്മളൊരു 9 വർഷമായി കളിക്കാൻ തുടങ്ങിയ ഓൾഡ് പ്ലെയറാണ്. ഗെയിം പ്ലേ ആണെന്ന് തന്നെ അറിയാം. നമ്മളിങ്ങനെ ഓടുന്നതും ചാടുന്നതും നമ്മളെ കണ്ണെടുത്ത് സ്വിച്ച് ചെയ്ത് വയ്ക്കുന്നത്. കണ്ണിന് പൊസിഷൻ കണ്ടോ ഗൈസ്? ആ പൊസിഷൻ കണ്ടാൽ തന്നെ അറിയാം ഓൾഡ് പ്ലെയർ ആണോ ന്യൂ പ്ലെയർ ആണോന്ന്. അപ്പം നമ്മളിങ്ങനെ ചുമ്മാ ഇതിലൊക്കെ നോക്കി നമുക്ക് ആളുകൾക്കുള്ള കോയിനൊന്നുമില്ല. കോയിൻ്റെ അരിങ്ങനെ മറന്നായി. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇരിക്കാണ് ഒരുമാതിരിയാണ് ഗൈസ്. നമ്മളതൊക്കെ ഇങ്ങനെ എടുത്ത് കളയും. എനിക്ക് ഇതുവഴിയൊക്കെ നടന്നിട്ട് നമ്മൾ എബിലിറ്റി ഒന്ന് കുത്തിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇവിടെ കഴിയുമ്പോൾ ഒന്ന് കുത്തിയപ്പം നോക്കിയപ്പോൾ ഇവിടെ എനിമി ഇല്ലെന്നാണ് വിചാരിച്ച. ബട്ട് എനിമി ഉണ്ട്. മാർക്ക് ചെയ്ത് അപ്പഴേ ഞാൻ ചാടി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ തോന്നെ ലൈഫ് അങ്ങ് പോയി. അപ്പോൾ ബോട്ട് കൂട്ടി അതൊക്കെ ഓടി വരണം. അപ്പോൾ ഞാൻ താഴെ അടിച്ചങ്ങ് ഓടിച്ച് നമ്മളവിടെ വണ്ട ബസ് എനിക്കാലും പോയി കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പം എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. നമ്മൾ വീണ്ടും നമ്മളെ ലൂട്ടെല്ലാം ലൂട്ടി നമുക്ക് നമ്മളെ കയ്യിൽ നിന്ന് കൺകോമ്പിനേഷൻ കണ്ടോ. MP40 കിങ്ഫിഷറാണ്. അപ്പോൾ അത്രയും വേഗം കിങ്ഫിഷർ മാറ്റിയേ പറ്റുള്ളൂ. കാരണം കിങ്ഫിഷർ മിഡ് റേഞ്ച് ആകുമ്പോഴേ പറ്റത്തുള്ളൂ. ലോങ് റേഞ്ച് ആകുമ്പം ചതിക്കും, കിങ്ഫിഷർ ചതിക്കും. അപ്പോൾ അതിനെക്കാട്ടിലും നല്ല അത്യാവശ്യം ലോങ് റേഞ്ച് നമുക്ക് കപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഇവിടെ കയറി നമുക്ക് അർസലിൻ്റെ ടോക്കൺ കിട്ടി. ടോക്കൺ കിട്ടി ഇങ്ങനെ വീണ്ടും നമ്മളതിൻ്റെ മണ്ടയ്ക്കാതെ നോക്കുന്നു നടക്കുന്നില്ല ഗൈസ്. അങ്ങനെ പോയി ഇതൊക്കെ ഇന്ന് മണ്ടയ്ക്ക് കയറി ഇങ്ങനെ വന്ന് ഇവിടേക്ക് ഇങ്ങനെ കണ്ണേക്ക് ഡെസേർട്ടീകൾ കിടക്കുന്നു. ഇതെങ്ങനെ ഡെസേർട്ടീകളൊക്കെ വന്നു നോക്കിയപ്പോൾ സേവിൽ കിട്ടപ്പോൾ എനിമീനെ കണ്ടു ഗൈസ്. അപ്പഴേ വിട്ട് ഗൈസ് നമ്മൾ എനിമീനെ അടിക്കാൻ വേണ്ടി. അങ്ങനെ എനിമിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ എന്നൊരു ബോട്ടും കൂടി അങ്ങനെ അവൻ്റെ തല അടിച്ചങ്ങ് മിന്നിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിതാ അവനിങ്ങനെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കുറേ ആക്ഷകളൊക്കെ കാണിച്ച് നമ്മൾ ലൈഫ് ഓടിക്കാനുള്ള മുമ്പ് കുറഞ്ഞ കാണിച്ച് അവനെ മാനസികമായി തളർത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് എത്രയും കിങ്ഫിഷർ എങ്ങനെയെങ്കിലും മാറ്റണം ഗൈസ്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ നമ്മൾ ലാൻഡിനടുത്ത് അതിൻ്റെ കോയിൻ്റെ പുറത്ത് കൊണ്ടുപോയിക്കാണ്ട് നോക്കിയപ്പോൾ അവിടെ വെച്ചപ്പോൾ അവിടെ അങ്ങ് വീണ് പോയി നാലായിട്ട്. പിന്നെ നമ്മൾ സ്കാനറൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി ഇവിടെ എനിമി ഉണ്ടോ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ എങ്ങും എനിമിനെ കാണാനില്ല. അങ്ങനെ പിന്നെ വിചാരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ പൊക്കളെ അങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ചാടി വഴിയൊക്കെ വന്ന് ഇതൊക്കെ സ്ക്രീൻ അടിക്കാതെ ഉദ്ദേശിച്ചാണ് നമ്മൾ വന്നത്. നമ്മൾ എബിലിറ്റി ഇട്ട് നോക്കിയാണ് ഗൈസ് ഇവിടെ ഇവിടെ ഇനി എനിമി ഉണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി വന്ന് ഇതൊക്കെ അടിച്ച് പുതിയ ഡ്രസ്സുണ്ട്. പണ്ട് പോലെ ഉള്ളതാണ് കേട്ടോ. ഇതിനകത്ത് കയറി ഇങ്ങനെ നോക്കി ഇവിടെ ഒന്നും ഒരു തേങ്ങയില്ല വളരെ. അങ്ങനെ ഗൈസ് നമ്മൾ മൂവ്മെൻ്റ് ആയിട്ട് കാണിക്കുകയാണ് ഗൈസ്. മൂവ്മെൻറ്റ് എന്തോ എനിക്കെന്തോന്നില്ല എന്തിനാന്തോളം മൂവ്മെൻറ്റ് ഇട്ടു. അവിടെ നിന്ന് എന്താ പേര് SC18 കിട്ടി ഗൈസ്. ഇവിടെയാണ് നമ്മൾ ഡെഡ് അടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കയറി പോയപ്പോൾ ഒരുത്തൻ നമ്മൾ ഈ സൈഡ് നോക്കിയിരിക്കണം. അപ്പം നോക്കി നമുക്ക് മാർക്ക് കാണിച്ചു വീട് ബാക്കിൽ ഇവിടെ നിന്ന് നമ്മൾ എപ്പോഴേ ചാടിച്ച് എവിടെയെന്ന് അറിയാതെ നമ്മളിങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരടി അപ്പോഴേ വാഴട്ട് അപ്പോഴേ സ്പോട്ട് ചെയ്തവൻ്റെ ആ ടവറിൻ്റെ മണ്ടയ്ക്കായിരുന്നു. അവിടെ നിന്ന് രക്ഷ കൊടുക്കാൻ നോക്കി നടക്കില്ല.
പിന്നെ മെഡ്കിറ്റ് യൂസ് തീർന്നിട്ട് അടിക്കാൻ വിചാരിച്ചു. Footsteps nearby. Stay alert. അവനെ പളക്കമെന്ന് പറഞ്ഞ് ഹെഡ്ഷോട്ട് അടിച്ചിട്ട് അടിച്ച കഴിഞ്ഞിട്ട് അവനെ മുമ്പ് പോയി കിടന്ന് കുറേ ഷോ കാണിച്ചു ഗൈസ്. ഷോ കാണിച്ചതിന് ശേഷം പിന്നെ വേറെ നമ്മളെ വെറുതെ ഡബിൾ മീനിങ് ഉള്ള സാധനം കാണിച്ചു കണ്ടു. ഗൈസ് പാവം അവനെ ഒരുക്കി ഗൈസ്. കണ്ടോ ഗൈസ്, അവനെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ചെന്ന് കിടന്ന് ഒരുക്കി ഗൈസ്. അവനെ നമ്മൾ ഇങ്ങനെ കിടന്ന് ഒരുക്കിയിട്ട് ലാസ്റ്റ് അവൻ തന്നെ ചത്തുപോയി. നമ്മൾ അത്രയ്ക്ക് അവനെ കാണിച്ച്. നമ്മളപ്പം ഈ ഗെയിം കണ്ടോ ഗൈസ്, അവനെ തിരിഞ്ഞും മറിഞ്ഞും ലാസ്റ്റ് അവനെ കൊന്നു ഗൈസ്. അവനെ ഇൻഹേലർ എടുത്തിട്ട് ഫാക്ടറിയിലോട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മൾ മാർക്ക് ഇട്ടപ്പോഴാണ് അവിടെ സ്കോഡ് നമ്മൾ മാർക്ക് ചെയ്തത്. സ്കോഡ് നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ അപ്പോഴേ അങ്ങോട്ട് ഓടി. നമുക്ക് സ്കോഡിൻ്റെ മാർക്ക് ചെയ്ത് ഞാൻ ചുമ്മാ ഓടിയതാണ് ഫാക്ടറിയിലോട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സാധനം പോയി എനിമിനെ കണ്ടു വെച്ചു. നോക്കുമ്പോൾ അത് ഇങ്ങനെ കയറിയിട്ട് അതുവഴിയൊക്കെ പോകണം. അപ്പം നമ്മൾ അവിടെയാണ് എനിമി എന്ന് പറഞ്ഞ് അങ്ങനെ തിരിഞ്ഞു ചാടി സ്കോഡിൻ്റെ ബാക്കിയാണ്. മണ്ടന്മാരല്ലേ കൊല്ലാന്ന് പറഞ്ഞ് പോയാ രക്ഷോട്ട് അടിച്ച് അടിച്ച് മെഡടിക്കാനാണ് മെഡ്കിറ്റ് അടിച്ച്. ഞാൻ ഗൈസ് മെഡ്കിറ്റ് അടിച്ചു ഗൈസ്. ഇപ്പം അവൻ ഒരടിയുണ്ടാവും. പക്ഷെ അവനെ ട്രിപ്പിൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ 150 മാത്രമേ അവൻ എനിക്ക് തന്നിട്ടുള്ളൂ. എന്താണോ ഗൈസ് ഇങ്ങനെ കുറേ പേര് ഗെയിം നോക്ക് അപ്പോൾ ആകെ 150 എനിക്ക് തന്നത്. പക്ഷെ എൻ്റെ ലൈഫ് എത്ര ഉണ്ടായിരുന്നു? 200 ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണോ എന്തോ ഗൈസ് അറിയാത്ത വയ്യ.